ജ്വല്ലറി മേക്കിങ്ങിൻ്റെ അടുത്ത ക്ലാസ് മാർച്ച് 10 സ്റ്റാർട്ട് ചെയ്യും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു കമ്മലാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കമ്മലാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സ്റ്റഡാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ കമ്മലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നൈലോൺ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നൈലോൺ ത്രെഡ് അവൈലബിൾ അല്ലെങ്കിൽ നോർമൽ ത്രെഡ് വെച്ചിട്ടായാലും നമുക്കിതിനെ കോർത്തെടുക്കാൻ പറ്റും. ക്രിസ്റ്റൽ ബീഡും ഗോൾഡൻ ബീഡും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ത്രെഡ് ഒന്ന് കോർത്തെടുക്കാം. ഒരു ലെയറിലാണ് കേട്ടോ ഞാൻ കോർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ലെയർ കോർക്കാൻ നോർമൽ ത്രെഡൊക്കെ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ 8 mm ഒരു വൈറ്റ് പേൾ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ ത്രെഡിൽ തന്നെ നമ്മളൊരു ഷുഗർ ബീഡാണ്, ഗോൾഡൻ ഷുഗർ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. അത് ഒരു 8 എണ്ണമൊക്കെ നമുക്ക് വേണ്ടി വരും. എങ്കിലും നിങ്ങളത് കോർത്തതിന് ശേഷം നമ്മുടെ ആ ഒരു പേൾ ബീഡ് ഇട്ടിട്ടുണ്ടല്ലോ അതിനൊന്ന് ചുറ്റി നോക്കണം. എന്നിട്ട് വേണം നമുക്ക് എത്ര ബീഡ് വേണമെന്ന് നമ്മൾ നോക്കാനായിട്ട്. കാരണം നമ്മുടെ ബീഡ്സിൻ്റെ സൈസിനനുസരിച്ച് വ്യത്യാസം വരും. ഇതുപോലെ ഒന്ന് റൗണ്ടിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കോർത്തെടുക്കാം. അതിന് ശേഷം നമ്മൾ അതേ ബീഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മളിത് ഇതുപോലെ കോർത്തെടുക്കാനായിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കോർത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഇതാ കറക്റ്റാണ് എനിക്ക് ആ ബീഡ്സ്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് കോർത്ത് നോക്കുക അപ്പോൾ എത്ര ബീഡ് വേണം എന്നുള്ളത്. ഇനി നമ്മൾ വീണ്ടും ആ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒക്കെ നമ്മൾ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതായത് കോർത്ത് നമ്മളൊന്നും കൂടി എടുക്കുകയാണ്. അത് ഫ്ലെക്സിബിളായിട്ടാവും ഇരിക്കുക. നൈലോൺ ത്രെഡ് ആയാലും നമ്മുടെ നോർമൽ ത്രെഡ് ആയാലും നമ്മളിങ്ങനെ കോർക്കുമ്പോൾ ഫ്ലെക്സിബിളായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അത് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടി നമ്മളിത് ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം കൂടി കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ത്രെഡ് നമ്മുടെ ആ കയ്യിൽ ഉണ്ടാവണം. മുറുക്കി തന്നെ നമ്മൾ പിടിക്കണം, ഇത് ലൂസ് ആവാതിരിക്കാനായിട്ട്. അപ്പോൾ അതിന് ശേഷം വേണം അതിനെ നമുക്ക് കെട്ടിട്ടിട്ട് കട്ട് ചെയ്ത് കളയാൻ. അപ്പോൾ ഒരു ലെയർ നമ്മളിതുപോലെ കോർത്തതിന് ശേഷം വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ ബീഡിലൂടെയും നമ്മളിങ്ങനെ കോർത്തെടുക്കുമ്പോൾ ലൂസ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ത്രെഡും കൂടി വലിച്ച് ടൈറ്റാക്കി കൊടുക്കണം. ഇതുപോലെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കണം. ഇനി നമ്മളിത് ആ ലാസ്റ്റിലെ ബീഡും കൂടി കോർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയാണ് കെട്ടിട്ട് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ആ പേളിൻ്റെ ഉള്ളിലൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് കോർത്ത് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. 2 ബീഡും കൂടി വലിച്ച് നല്ല രീതിയിൽ ടൈറ്റാക്കിയതിന് ശേഷം നമുക്ക് ഈ സൂചി കോർത്ത ത്രെഡ് വീണ്ടും അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ തിരിച്ച് കോർത്തെടുക്കുക കേട്ടോ. അത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വലിച്ചെടുത്തത്. ഇനി നമ്മളിത് ആ ത്രെഡിൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരിക. നമ്മൾ മാറ്റി വെച്ച ത്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരിക. ഇനി നമുക്കിവിടെ കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ടിട്ട് നമ്മൾ സൂചി കോർക്കാത്ത ത്രെഡിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് കെട്ടിട്ട് കൊടുക്കാം. പക്ഷേ ഒരു ലൂസ് ഉള്ളത് ഒന്നും കൂടി ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ത്രെഡ് കൊണ്ടുവന്ന് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത് കേട്ടോ. ഇല്ല നിങ്ങൾക്ക് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെന്നില്ല, കോർത്ത് കൊണ്ടുപോകണ്ട. ഇവിടെ വെച്ചിട്ട് കെട്ടിടാം. ഒരു 2-3 വട്ടം കെട്ടിട്ട് കഴിഞ്ഞിട്ട് നമുക്കതിനെ കട്ട് ചെയ്ത് കളയാം. വൈറ്റ് ത്രെഡ് എടുക്കുകയായിരിക്കും ബെറ്റർ കേട്ടോ. കാരണം ആ കെട്ടിടുന്നപ്പോൾ വൈറ്റ് ഉള്ള കാരണം കാണില്ല. ഇതിപ്പോൾ ബ്ലാക്ക് ആയ കാരണം കാണും. എൻ്റെ നൈലോൺ ത്രെഡ് കുറച്ച് കട്ടി കൂടിയതാണ് വൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയതെടുത്തത്. എപ്പോഴും കട്ടി കുറഞ്ഞ ത്രെഡ് എടുക്കുക. കാരണം നമ്മളിത് 2-3 വട്ടം കോർത്ത് പോകണം നമ്മുടെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ കട്ടി കൂടി കഴിഞ്ഞാൽ നമുക്കത് കോർത്തെടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ സിംഗിൾ ലെയർ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതേ നമ്മൾ ബാലൻസ് വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ത്രെഡ്. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ സൂചി കോർത്ത ത്രെഡ് കട്ട് ചെയ്ത് കളയരുത്. അതുപോലെ നമുക്ക് ഇനിയും ബീഡ്സ് കോർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിനി അടുത്ത ലെയർ കൊടുക്കുന്നത് ക്രിസ്റ്റൽ ബീഡാണ്. ക്രിസ്റ്റൽ ബീഡ് നമ്മൾ ഇവിടെ നിന്ന് കോർത്ത് തുടങ്ങരുത്. നമ്മുടെ ആ ഫസ്റ്റത്തെ ഗോൾഡൻ ബീഡിലൂടെ നമ്മളിത് അതുപോലെ ത്രെഡിനെ താഴേക്ക് എടുക്കുക. ആ ഒരു ഗോൾഡൻ ബീഡ് വിട്ട് നിർത്തിയിട്ട് വേണം ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഓപ്പോസിറ്റും ഒരു ഗോൾഡൻ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് വേണം കേട്ടോ നമ്മൾ കോർത്തെടുക്കുക. അത് ഞാൻ കോർത്ത് വരുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ക്രിസ്റ്റൽ ബീഡ് കോർത്തെടുക്കാം. ക്രിസ്റ്റൽ ബീഡ് നമ്മൾ ആദ്യം കോർത്ത് എന്നിട്ട് വച്ച് നോക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് എത്ര ബീഡ് വേണമെന്ന് പറയാനായിട്ട്. കറക്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങളെടുക്കുന്ന ബീഡിൻ്റെ സൈസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ ചെറിയ ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത്. ഒരു ഷുഗർ ബീഡിൻ്റെ അടുത്ത സൈസിൽ വരുന്ന ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു 5-8 എണ്ണം കോർത്തിട്ടിട്ട് നമ്മൾ നോക്കുക എത്ര വരുന്നുണ്ട് നമുക്ക് അവിടെ എന്നുള്ളത്. എന്നിട്ട് നമ്മൾ അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇവിടെ ഞാനൊരു 8 ബീഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം അതിനൊന്ന് വച്ച് നോക്കുന്നുണ്ട്. ഇനി ബീഡ്സ് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ആ ലാസ്റ്റിലുള്ള ഗോൾഡൻ ബീഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് കോർത്തെടുക്കുക. ലാസ്റ്റ് വരുന്ന ഗോൾഡൻ ബീഡിലൂടെ നമ്മൾ ഫസ്റ്റുള്ള ഗോൾഡൻ ബീഡിനെ താഴത്തേക്ക് കോർത്തിട്ട് ബീഡ്സ് കോർത്ത് തുടങ്ങി. ലാസ്റ്റിൽ വരുമ്പോൾ ലാസ്റ്റിലുള്ള ഗോൾഡൻ ബീഡിലൂടെ കോർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ വലിയ ബീഡിലൂടെ കോർത്ത് കൊടുക്കുക. അതായത് 2 സൈഡിലും ഓരോ ബീഡ് ഗോൾഡൻ ബീഡ് വിട്ട് നിൽക്കണം. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഗോൾഡൻ ബീഡ് അടക്കം കോർത്ത് പോകണം കേട്ടോ. ഫുള്ള് നമ്മൾ ഒരു ലെയറും കൂടി കോർക്കുമ്പോൾ നമ്മുടെ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് പോകണം, അല്ലെങ്കിൽ ത്രെഡ് പുറത്തേക്ക് കാണും. അപ്പോൾ ഫസ്റ്റിലുള്ള ഗോൾഡൻ ബീഡിലൂടെ
നമ്മുടെ ക്രിസ്റ്റൽ ബീഡുകളിലേക്ക് ഫുള്ള് കോർക്കുക. ഒറ്റ ബീഡിൽ കോർത്താൽ മതി, ഫസ്റ്റിലെ ഗോൾഡൻ ബീഡ് മാത്രം കോർത്താൽ മതി. പിന്നെ നമ്മൾ ക്രിസ്റ്റൽ ബീഡുകളിൽ ഫുള്ള് കോർക്കുക. ലാസ്റ്റ് ക്രിസ്റ്റൽ ബീഡ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ലാസ്റ്റിലുള്ള ഗോൾഡൻ ബീഡ് ഉണ്ടല്ലോ, ഫസ്റ്റ് നിൽക്കുന്ന ഗോൾഡൻ ബീഡ്, അതിലൂടെ കോർത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർത്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ ആണ് നമ്മളിത് കോർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഗോൾഡൻ ബീഡ് എപ്പോഴും നമ്മൾ കോർത്തെടുക്കണം. ഇനി അടുത്ത ലെയർ കോർക്കുമ്പോഴും നമ്മളത് ആ ഒരു ഗോൾഡൻ ബീഡ് രണ്ട് സൈഡിലെ ഫസ്റ്റ് ഗോൾഡൻ ബീഡിലൂടെ നമ്മൾ എന്തായാലും കോർത്ത് കൊടുക്കണം. എന്താ ക്രിസ്റ്റൽ ബീഡ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമ്മളിതേ ഫസ്റ്റിലെ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ത്രെഡ് നമുക്ക് പുറത്തേക്ക് കാണും, നമ്മൾ അതിനെ വിട്ടിട്ട് കോർത്ത് കൊടുത്താൽ. ഇനി നമ്മൾ കോർക്കണത് അടുത്ത ലെയർ, ഈ ഒരു ലെയറിൽ നിങ്ങൾക്ക് കമ്മൽ സെറ്റ് ചെയ്ത് എടുക്കാം. നമ്മൾ ഒരു ലെയറും കൂടി ക്രിസ്റ്റൽ ബീഡ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്നത് ഒരു ഗോൾഡൻ ബീഡ്, ഫസ്റ്റത്തെ ഗോൾഡൻ ബീഡും ഫസ്റ്റത്തെ ക്രിസ്റ്റൽ ബീഡിലൂടെയാണ്. ഇവിടെ നമ്മൾ ഒരു ക്രിസ്റ്റൽ ബീഡ് വിട്ടിട്ടാണ് ഇനി ക്രിസ്റ്റൽ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഗോൾഡൻ ബീഡിലൂടെ കോർക്കുക, അതിനുശേഷം ഫസ്റ്റത്തെ ക്രിസ്റ്റൽ ബീഡിലൂടെ കോർക്കുക, എന്നിട്ട് വേണം അടുത്ത ബീഡ്സുകൾ കോർത്ത് കൊടുക്കാൻ. കണ്ടോ, അതിനെയാണ് ഒരു ക്രിസ്റ്റൽ ബീഡ് വിടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ക്രിസ്റ്റൽ ബീഡിലൂടെ കൂടെ കോർത്ത് നിർത്തുന്നത്. കണ്ടോ, ഇത് ഒരു ക്രിസ്റ്റൽ ബീഡ് നമ്മൾ വിട്ടു. അപ്പോഴും ഗോൾഡൻ ബീഡിലൂടെ കോർക്കാൻ വിട്ടു പോകരുത്. ഇനി നമുക്ക് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ക്രിസ്റ്റൽ ബീഡുകൾ കോർത്ത് എത്ര ബീഡ് വേണം നോക്കാം. അതിനുശേഷം നമ്മൾ കോർത്ത് ലാസ്റ്റിൽ വരുമ്പോൾ നമ്മളിവിടെ ഒരു ക്രിസ്റ്റൽ ബീഡ് വിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ലാസ്റ്റിൽ ഒരു ക്രിസ്റ്റൽ ബീഡ് വരെ നിർത്തണം. അതിന് ശേഷം ലാസ്റ്റിലെ ക്രിസ്റ്റൽ ബീഡിലൂടെ കോർത്ത് ഗോൾഡൻ ബീഡിലൂടെയും കൂടി കോർത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ഞാനത് കാണിച്ചു തരാം. ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ബീഡ്, എനിക്കിവിടെ ഒരു 10 ബീഡ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്റ്റൽ ബീഡ് 10 ക്രിസ്റ്റൽ ബീഡ് ഇട്ടിട്ട് ഞാൻ കോർക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങളെവിടെ എണ്ണം ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ക്രിസ്റ്റൽ ബീഡിൻ്റെയൊക്കെ സൈസിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് എണ്ണം നോക്കണ്ട, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു പാറ്റേൺ നോക്കിയാൽ മതി കേട്ടോ. നല്ല ഭംഗിയാണ് ക്രിസ്റ്റൽ ബീഡിൽ ഇത് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതേ നമ്മളിവിടെ കോർത്തെടുത്തു. ഇനി നമ്മളിത് കോർത്തെടുക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ കോർത്തിരിക്കുന്ന ആ ഒരു ക്രിസ്റ്റൽ ബീഡ് ഉണ്ടല്ലോ, ഫസ്റ്റിൽ വരുന്ന ക്രിസ്റ്റൽ ബീഡ്, അതിലൂടെ കോർത്ത് കൊടുക്കുക ഇതുപോലെ. ഇനി നമ്മൾ ഗോൾഡൻ ബീഡ്, നമ്മുടെ ഫസ്റ്റത്തെ ഗോൾഡൻ ബീഡിലൂടെ കോർത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ത്രെഡിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇനി നമ്മൾ വീണ്ടും ഒരു ലെയറും കൂടി കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ആ വൈറ്റ് ബീഡിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റുള്ള ഗോൾഡൻ ബീഡിൽ കോർക്കുക, അതിനുശേഷം പിന്നത്തെ ലെയറിലെ ക്രിസ്റ്റൽ ബീഡിൽ കോർക്കുക. ആ ക്രിസ്റ്റൽ ബീഡിൽ കോർത്തതിന് ശേഷം നിങ്ങൾ ലാസ്റ്റിലെ ക്രിസ്റ്റൽ ബീഡിൽ കോർക്കുക. കണ്ടോ, ഫസ്റ്റ് ബീഡുകളെല്ലാം കവർ ചെയ്യണം. ഇതുപോലെ ഫസ്റ്റ് ലെയറിലെ ക്രിസ്റ്റൽ ബീഡ് കോർത്തു. ഇനി നമ്മൾ ഇതിലാണ് നമുക്ക് പിന്നെ വരുന്ന ക്രിസ്റ്റൽ ബീഡുകളിലൂടെ എല്ലാത്തിലൂടെയും കോർത്ത് പോരാം. അപ്പോൾ അത് ടൈറ്റായിട്ട് വരും. ചെറിയ ലൂസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളിതുപോലെ രണ്ടാമത്തെ ലെയർ കോർത്ത് കഴിയുമ്പോൾ അത് ടൈറ്റായിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് ലൂസ് പാടില്ല, ചെറിയൊരു ലൂസൊന്നും കുഴപ്പമുണ്ടാവില്ല. ഇതുപോലെ ഫുള്ള് കോർത്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഗോൾഡൻ ബീഡിലൂടെ അവസാനിപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് കെട്ടിട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ ലാസ്റ്റ് ഗോൾഡൻ ബീഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് ആ ഗോൾഡൻ ബീഡുകളുടെ ഇടയിലൂടെ നമ്മുടെ സൂചി ഒന്ന് കോർത്ത് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ രണ്ട് ഗോൾഡൻ ബീഡിൻ്റെ ഇടയിലൂടെ സൂചി അതുപോലെ മുകളിലേക്ക് കൊണ്ടുവരിക. ആ ത്രെഡ് ഫുള്ളായിട്ട് വലിച്ചെടുക്കരുത്. നമ്മളിത് ഇതുപോലെ വീണ്ടും അതിലൂടെ ആ ത്രെഡിലൂടെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കെട്ടാവും. കെട്ടിടാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കെട്ടിടുന്ന രീതിയിൽ തന്നെ 2 or 3 കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതിനെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തിട്ട് ത്രെഡ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈറ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉരുക്കി കൊടുക്കാം, അല്ലെങ്കിൽ ലേശം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നൈലോൺ ത്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഊരിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ ലൈറ്റായിട്ട് നമ്മളൊന്ന് ഉരുക്കി കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ലൈറ്റായിട്ട് ഉരുക്കാവൂ, അല്ലാതെ ഉരുക്കി കഴിഞ്ഞാൽ ത്രെഡ് മുഴുവൻ അഴിഞ്ഞു പോവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടോ, നല്ല ഒരു സ്റ്റഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷനിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ചെറിയ സ്റ്റഡിൻ്റെ ബേസ് എടുക്കാം. ഞാനിവിടെ ഹെഡ് പിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഹെഡ് പിന്ന് നമ്മളിതുപോലെ ഒരു ബീഡ് ക്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് നമുക്കതവിടെ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. റൗണ്ട് ബീഡാണല്ലോ, അപ്പോൾ അത് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു ബീഡ് ക്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഹെഡ് പിന്നിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു സ്റ്റഡ്. അപ്പോൾ ഈ ഒരു സ്റ്റഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ജ്വല്ലറി മേക്കൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. അടുത്ത ബാച്ച് നമ്മുടെ March 10 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു ഐറ്റമായിട്ടും അടുത്ത ദിവസം